ഹലോ, ചൊവ്വാഴ്ച അത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പൂക്കളയുടെ തറ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പണിയാണ്. ആദ്യം ഇവിടെ ഒന്ന് മണ്ണിട്ട് ഒന്ന് ലെവലാക്കട്ടെ. അതൊന്ന് പറഞ്ഞ അതും പോവാ. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറയ്ക്കണം. അതും ഇതാ കുറച്ചേറ്റവും എപ്പോഴും സ്ഥിരം പോണ പോക്കാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് അതങ്ങനെ വരുന്നു. തടത്തിൽ മണ്ണ് നിറച്ച് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അമർത്തട്ടെ. തറ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ കുറച്ച് ചാണകം ആക്കി കൊടുക്കട്ടെ. ഇന്നലെ അത്തത്തിനുള്ള തറ ഉണ്ടാക്കിയത് ഇപ്പം ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ ആർക്കൊക്കെ ഉള്ള പുല്ലുകളൊക്കെ ഒന്ന് റെഡിയാക്കി ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ പൂവിടണേൻ്റെ അവിടെ റെഡിയാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടെയൊക്കെ ഉള്ളത് തുളസിയും ഓണപ്പൂവിൻ്റെ ചെടിയൊക്കെയാണ്. അപ്പോൾ അതൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ ഇതുണ്ട്, മുളകിൻ്റെ ഇതുണ്ട്, അതൊക്കെ ചെടികളാണ്. ഒരു വഴുതനേൻ്റെ ഇതുണ്ട്. പിന്നെ ഇതൊക്കെ തുളസിയാണ്, അതൊന്നും കളഞ്ഞിട്ടില്ല. അല്ലാത്തതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ദശപുഷ്പങ്ങൾ കുഴിച്ചിട്ട ഇതാണ്, അത് പോയിട്ടില്ല. അപ്പോൾ അതവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓണാകുമ്പോൾ ഇനി മുറ്റം ഇവിടെയൊക്കെ ഉണ്ട് നേരെയാക്കാൻ. മഴ ഇപ്പോൾ 2-3 ദിവസമായിട്ടേ മഴ ഇല്ലാതിരുന്നിട്ടുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. ഇനി വേണം റെഡിയാക്കാൻ. ഇവിടെയൊക്കെ റെഡിയാക്കി എടുക്കാണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. നാളെ അത്തം തുടങ്ങുകയാണ്. അപ്പോൾ പൂവിടണം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അത്തത്തിന് പൂവ് ഒരുക്കാനുള്ള തറയൊക്കെ ഒരുക്കണ ഒരു വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.